ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി നോക്കാം. ഇത് ഒരു മട്ടൺ റോസ്റ്റാണ്, സ്പെഷ്യലി മെയ്ഡ് ഫോർ മരുമകൻ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റെസിപ്പി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ആസ് യൂഷ്വൽ ഒരു പാൻ വെക്കുന്നു. ഒരു 4 ടേബിൾ സ്പൂൺ ഓഫ് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നു. നോർമൽ നോൺ വെജിൻ്റെ ബേസിക് സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഒരു 4 സവോള നന്നായിട്ട് കട്ട് ചെയ്തത്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, കുറച്ച് വേപ്പിൻ്റെ ഇല, ഒരു 2-3 പച്ചമുളക് കീറിയത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൈമിൽ ചിലരൊക്കെ ഉപ്പൊക്കെ ആഡ് ചെയ്യും. നമുക്കത് അങ്ങനെ ഉപ്പ് ആഡ് ചെയ്തുകൊണ്ട് ഭയങ്കര സ്പീഡിൽ സോട്ടഡ് ആയിട്ടൊന്നും കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല. എനിവേസ്, അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു പരുവം വരെ വെയിറ്റ് ചെയ്താൽ മതി. ഒരുപാട് അങ്ങോട്ട് ആവണം എന്നില്ല. ഒരു ലൈറ്റ് പിങ്ക് ബ്രൗൺ ഷെയ്ഡ് വന്നു തുടങ്ങിയാൽ നമുക്കിനി സ്പൈസസ് ആഡ് ചെയ്യാം. നമ്മളൊരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 5 ടീസ്പൂൺ ഓഫ് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി നമ്മൾ 4 ടീസ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ, കുരുമുളക് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ 4 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ടു. പിന്നെ നമ്മളൊരു 3/4 to 1 ടീസ്പൂൺ ഓഫ് ഗരം മസാല ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടുവേർഡ്സ് ദി എൻഡ് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും പൊടികളിട്ട് ഭയങ്കര ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ പൊടികളുടെ ഒരു പച്ചമണം പോകുന്നത് വരെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കരിയാൻ പാടില്ല, ലോ ഫ്ലെയിമിലായിരിക്കണം. ഇത് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിനി പൊടികൾ സോട്ടഡ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഒരു 4 തക്കാളി ഒരുവിധം മീഡിയം സൈസിലൊക്കെ അരിഞ്ഞ്, എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല, നമ്മളത് കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നതാണ്. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ആ മസാലയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം. തക്കാളി ലയിക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇവർ തമ്മിലൊരു കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും നമുക്കിനി കുക്കറൊക്കെ റെഡിയാക്കാം. നമ്മളൊരു 2 മിനിറ്റ്സ് തക്കാളി ഇതിലേക്കൊന്ന് ലയിപ്പിക്കുന്നുണ്ട്. ഇത്രയും ഒരുപാട് ഇങ്ങനെ ജ്യൂസി ആയിട്ടൊന്നും എടുക്കുന്നില്ല. ഇനി നമ്മൾ കുക്കർ എടുക്കുന്നു. കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ച മട്ടൻ്റെ പീസസ് ആഡ് ചെയ്യുന്നു. ഇത് 1 kg മട്ടനാണ്. അപ്പോൾ ഹോൾ 1 kg മട്ടൻ നമ്മൾ വലിയ കുക്കറിലേക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മട്ടൻ നന്നായി കഴുകിയത് നമ്മൾ കുക്കറിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല നമ്മൾ ഈ കുക്കറിലേക്ക് ആഡ് ചെയ്തു. ആ ഫുൾ മസാല നമ്മളിതിൽ ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് ആ മസാല ഉണ്ടാക്കിയ പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിന് ശേഷം കുറച്ച് വേറെ വെള്ളം, ചൂടുവെള്ളമാണെങ്കിൽ നല്ലത്, നോർമൽ വാട്ടർ ആയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു 3/4 കപ്പ് ഓഫ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ ഇത്രയും സംഭവങ്ങൾ നമ്മൾ അഡീഷണലി ആഡ് ചെയ്തുല്ലോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഓഫ് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നമ്മളിത് നന്നായി മിക്സ് ചെയ്ത് വെച്ചു. മട്ടനും മസാലയും വെള്ളവും എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ കുക്കർ അടയ്ക്കുന്നു, സ്റ്റൗവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ ഇതൊരു 6 വിസിൽ നമുക്ക് അടുപ്പിക്കാം. ഓരോ സ്ഥലത്തും ഡിഫർ ചെയ്യും. നമ്മളിപ്പോൾ ഒരു 6 വിസിലാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ 6 വിസിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ കാണും. ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. അങ്ങനെ വറ്റിച്ചിട്ടാണ് നമ്മളത് റോസ്റ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം മസാല ഉണ്ടാക്കിയ ആ പാത്രം ഉണ്ടല്ലോ, സെയിം പാത്രത്തിലേക്ക് നമ്മളിത് ഷിഫ്റ്റ് ചെയ്യുന്നു. കുക്കറിലിട്ടിട്ട് വേണമെങ്കിലും വറ്റിക്കാം, നോ ഇഷ്യൂസ്. അപ്പോൾ ഇത് വറ്റട്ടെ. മീൻ വൈൽ നമുക്ക് വേറൊരു കാര്യം റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 നാളികേരം, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 5 ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക്, ഇത്രയും ആഡ് ചെയ്തിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പുളിയുറുമ്പിൻ്റെ കളറിലേക്ക് നമ്മൾ വറുത്തരക്കില്ലേ, ആ ഒരു ഷെയ്ഡിലേക്ക് എത്തിച്ചിട്ട് അത് നമ്മൾ മിക്സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം വയ്ക്കുന്നു. ഇത് നമ്മൾ നോർമൽ തണുത്ത വെള്ളം തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ച്
മീൻവൈൽ നമ്മുടെ മട്ടൻ ഇത്രയും വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ആ അരപ്പ് നമ്മൾ മട്ടനിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് വറുത്തരച്ച മട്ടൻ കറി എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാം. നമ്മൾ ആ മിക്സിയിൽ തന്നെ കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. ആ അരപ്പും നമ്മുടെ മട്ടൻ റോസ്റ്റും എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇനി ഇതേ ഡിഷിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് തേങ്ങ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് അതൊന്ന് വറുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് ആസ് സച്ച് നോർമലായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഇരുന്ന് കുറുകി വറ്റണം. എത്രത്തോളം വേണമെങ്കിലും വറ്റിക്കാം. നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് ഗ്രേവി ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. ഇത്രയും പരുവായപ്പോൾ നമ്മൾ നിർത്തി. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി റോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇത്ര വരെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ദിസ് ഇസ് ഹൗ വി മെയ്ഡ് എ സ്പൈസി മട്ടൺ റോസ്റ്റ്. ലാസ്റ്റ് ഈ പരുവത്തിലേക്ക് നമ്മൾ എത്തിച്ചായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ചോയ്സ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.